ടെൻഷൻ. ഈ കേക്കിന് ഓർഡർ കിട്ടിയപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. റീസൺസ് ഒത്തിരിയുണ്ട്. എനിവേസ് ഗൈസ്, വെൽക്കം അഗെയിൻ ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ, ഇന്നത്തെ ഒരു കുഞ്ഞു കേക്കിൻ്റെ വ്ളോഗാണ് കേട്ടോ. സോ ഞാനിങ്ങനെ കേക്കിന് വ്ളോഗൊന്നും എടുക്കണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല കേട്ടോ. ആൻഡ് ഈ കേക്കിന് ഓർഡർ കിട്ടിയപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഗൈസ്. അതിൻ്റെ റീസൺസ് ഞാൻ പറയാവേ. ആൻഡ് ഗൈസ്, ഈ ഓർഡർ നമുക്ക് തന്നേക്കുന്നത് അലീനയാണ് കേട്ടോ. അലീന എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റ് സെറിമണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആക്കിയെടുക്കുന്നതാണ്. കേക്ക് വന്നിട്ട് 1 kg ക്വാണ്ടിറ്റി ഉള്ള ഒരു ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ ആയിരുന്നു കേട്ടോ. സോ ഞാൻ ക്രീമിൻ്റെ അകത്ത് കുറച്ച് ടെൻഡർ കോക്കനട്ട് പൾപ്പും മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് ജ്യൂസും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു പൾപ്പ് പോലെ ആക്കിയെടുത്തിട്ട് അതും കൂടി നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതും ഫില്ലിങ്സ് തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഞാൻ ക്രീമിൻ്റെ അകത്ത് ഫില്ലിങ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ടെൻഷൻ്റെ റീസൺ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമ്മുടെ കസ്റ്റമർക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് വേണ്ടത് 1 kg ആണ്, പക്ഷേ ഹൈറ്റ് വേണം. അപ്പം നമ്മൾ ഓൾറെഡി ഹൈറ്റുള്ള കേക്ക് നമ്മൾ 1 kg ചെയ്യുമ്പോഴത്തേനും കുറച്ച് ചെരിവൊക്കെ വരും. നോർമലി എനിക്ക് ഹൈറ്റുള്ള കേക്ക് ചെയ്യുമ്പം എപ്പോഴും ഇതുപോലെ ഇങ്ങനെ കേക്ക് ഒരു സൈഡിലോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നിൽക്കാറുണ്ട് കേട്ടോ. സോ നല്ല പേടിയുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ടെൻഷൻ. അപ്പം ഞാനാണെങ്കിൽ ഓക്കെ എന്താ വെച്ചാൽ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാനൊരു 6 ലെയറായിട്ട് 5 ഇഞ്ച് പാനിലായിരുന്നു ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 6 ലെയറിലും ഫില്ലിങ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ക്രീം കോട്ട് ചെയ്ത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ക്രീം എല്ലാം ഒന്നും കൂടി സെറ്റാവും വിചാരിച്ച് ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ടെൻഷൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 2 ടയർ കേക്കായിരുന്നു വേണ്ടത്, താഴെ ഡമ്മി വെച്ചിട്ടായിരുന്നു വേണ്ടത്. ഞാൻ എൻ്റെ ബേക്കിംഗ് കരിയർ ജേണിയിൽ ഇന്നേ വരെ ഒരു ഡമ്മി കേക്ക് ചെയ്തിട്ടില്ല കേട്ടോ. സോ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഡമ്മി കേക്കിൻ്റെ. അപ്പോൾ അതും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ഈ ഫംഗ്ഷൻ്റെ ഒരു 2-3 ഡേയ്സ് മുന്നെയാണ് നമുക്ക് ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും 1 kg കേക്ക് പൊക്കത്ത് വെക്കണം, താഴെ നമുക്ക് ഡമ്മി വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഡമ്മി ഒന്നും അടുത്തുള്ള ഷോപ്സിലൊന്നുമില്ല. പിന്നെ അടുത്ത ടെൻഷൻ അതായിരുന്നു. അങ്ങനെ നമ്മൾ ആലുവയിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് സംഭവം ഡമ്മി എല്ലാം സെറ്റാക്കി. അങ്ങനെ നമ്മൾ ഡമ്മി, എനിക്ക് ഫസ്റ്റ് ടൈം ഡമ്മി ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു ഈ ഡമ്മിയിൽ ക്രീം കോട്ട് ചെയ്യാൻ നല്ല ടഫാണ്, നല്ല ടാസ്ക്കാണ്. അതുപോലെ തന്നെ ഡമ്മിയിൽ നമ്മൾ ക്രീം കോട്ട് ചെയ്യുമ്പോഴത്തേനും ബബിൾസ് ഫോം ചെയ്യും. സോ അതൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയോ യൂട്യൂബ് ചാനൽ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഡമ്മി ഒരു 1/2 hour ഫ്രീസ് ചെയ്യണം, എന്നിട്ട് ആ ഒരു തണുപ്പ് വരണം, അല്ലെങ്കിൽ നമ്മുടെ ക്രീമെല്ലാം മെൽറ്റായി പോവും, അതുപോലെ തന്നെ എയർ ബബിൾസ് വരും. സോ എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. സോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളും ഇതുപോലെ തന്നെ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവൾ ഇതുപോലെ ഒത്തിരി ഡമ്മി കേക്ക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവളെ വിളിച്ച് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു. അപ്പോഴൊക്കെ എനിക്ക് നല്ല ടെൻഷനാട്ടോ. ടെൻഷനായി പീക്കി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് ഓൾറെഡി പറഞ്ഞായിരുന്നു അതിപ്പം ഫ്രീസ് ചെയ്തതിലും പ്രശ്നമൊന്നുമില്ല, നമ്മൾ നല്ലപോലെ ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ. അങ്ങനെ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഡമ്മി കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി. ഡമ്മി കേക്ക് ഞാൻ ഓൾറെഡി ഫിനിഷ് കോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഓവർ നൈറ്റ് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ആ ക്രീമെല്ലാം ആ തെർമോക്കോളിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നമ്മുടെ ഈ ഹൈറ്റുള്ള നമ്മുടെ മെയിൻ കേക്ക് ഉണ്ടല്ലോ, അത് ചെയ്യുന്ന പകുതി വീഡിയോ എടുത്തില്ല. കാരണം എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കേക്കാണെങ്കിൽ ഒരു സൈഡിലോട്ട് നല്ല പോലെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഫിനിഷ് കോട്ടിംഗ് ഒക്കെ ചെയ്ത് കേക്ക് ഒന്ന് സെറ്റാക്കി ഒന്ന് നേരക്കാക്കി എടുത്തു കേട്ടോ. പിന്നെയാണെങ്കിൽ നമ്മുടെ ബേക്കേഴ്സിൻ്റെ എല്ലാവരുടെ മെയിൻ ടെൻഷൻ ഈ ടയർ കേക്ക് എടുത്ത് പൊക്കത്താക്കി വെക്കണം. ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രീമും കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വലിയൊരു ടാസ്ക്കാണ് ഇപ്പം ചെയ്തത്. അല്ല, ഞാൻ സ്പീഡിൽ 2x കാണിക്കുന്ന കാരണം ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് തോന്നും. പക്ഷേ എൻ്റെ ടെൻഷനൊക്കെ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ആ വുഡൻ സ്റ്റിക്ക് നല്ലപോലെ തെർമോക്കോളിൽ നല്ലപോലെ ഇറക്കി വെക്കുന്നുണ്ട്. ടെൻഷൻ്റെ വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ കേക്കെല്ലാം ബേക്ക് ചെയ്യും, അതുപോലെ തന്നെ ടയർ കേക്കാണെങ്കിലും കസ്റ്റമർ നമ്മുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ കേക്ക് നമുക്ക് ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിക്കണമായിരുന്നു. സോ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകണമായിരുന്നു. അതുമാത്രമല്ല ഹൈറ്റുള്ള കേക്കാണ്, പൊക്കത്ത് ടയർ കേക്കാണ്. ഇതെല്ലാം എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ. ഈവൺ ആ കേക്കിൻ്റെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ മെയിൻ ടെൻഷനായിരുന്നു കേക്ക് അവിടെ എത്തിക്കണം, ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്ത് നമുക്ക് കേക്ക് എത്തിക്കണം. അതെനിക്ക് വൻ ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മുടെ അടുത്ത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ കേക്ക് വൈറ്റ് മതി, വേറെ വൈറ്റ് ബീഡ്സ് ഒന്നും യൂസ് ചെയ്തെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ വേണം, ഫ്രഷ് ഫ്ലേവർ വേണ്ട പറഞ്ഞു. പിന്നെ ടോപ്പർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മൾ കേക്കെല്ലാം സെറ്റാക്കി എടുത്തു. എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സംഭവം ടെൻഷനൊക്കെ അടിച്ച് ചെയ്തതാണെങ്കിലും എനിക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു സ്റ്റണ്ണിങ് ലുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ ഈ കേക്ക്
പാക്ക് ചെയ്യണമല്ലോ. സോ ഞാൻ ബോക്സിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് ബോക്സിൻ്റെ ആ ഒരു സ്റ്റാപ്ലൈ ചെയ്ത് വെച്ചതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഈ കേക്ക് അതിൻ്റെ അകത്ത് കയറ്റി വെച്ച് പിന്നെ ഫുൾ സെല്ലോ ടേപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ സെല്ലോ ടേപ്പ് കൊണ്ട് കവർ ചെയ്ത് പിന്നെ ഞാനും ഉമ്മയും കൂടിയാണ് കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇവൻറ്റ് നടക്കുന്ന ഹോള് നമുക്ക് പരിചയമൊന്നുമില്ല, എക്സാക്ട് നമുക്ക് പ്ലേസ് എവിടെയാണെന്നൊന്നും അറിയില്ല. സോ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിലൊരു ടെൻഷൻ പിടിച്ച കേക്കായിരുന്നു. പിന്നെ ഞാൻ സെല്ലോ ടേപ്പൊക്കെ എങ്ങനെയൊക്കെയോ വലിച്ച് കെട്ടി സെല്ലോ ടേപ്പ് കൊണ്ട് ഫുൾ റാപ്പ് ചെയ്തു കേട്ടോ. മൊത്തത്തിൽ കേക്കൊന്ന് ഫുൾ റാപ്പ് ചെയ്ത് പിന്നെ ഞാൻ ടോപ്പ് പോർഷൻ കവർ ചെയ്തിട്ടുണ്ടായില്ല, ടോപ്പ് പോർഷൻ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു. ഇപ്പം തന്നെ എൻ്റെ പകുതി ടെൻഷൻ മാറിയിട്ടോ. പിന്നെ ഈ സംഭവം നമ്മൾ ഹോളിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഓൾറെഡി കേക്ക് സ്റ്റാൻഡെല്ലാം അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നൈഫെല്ലാം അവിടെ ഓൾറെഡി അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ അത് ബോക്സിൽ നിന്നെല്ലാം എടുത്തൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇത്രയും നാളത്തെ ബേക്കിംഗ് ജെല്ലിൽ ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ബേക്കേഴ്സ് എല്ലാം ഇവൻറ്റ് നടക്കുന്ന പ്ലേസിൽ പോയിട്ട് കേക്ക്സ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതും ടയർ കേക്ക് എല്ലാം എടുത്ത് വെക്കുന്നതൊക്കെ. സോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഇവൻറ്റ് നടക്കുന്ന പ്ലേസിൽ പോയിട്ട് ഇതുപോലെ കേക്ക്സ് എല്ലാം ഒന്ന് എടുത്ത് വെക്കണം, അവിടെ പോയി വീഡിയോസൊക്കെ എടുക്കണത്. അപ്പം അങ്ങനെ ഈ കേക്ക് കൊണ്ട് അത് നടന്നു കേട്ടോ. ഒത്തിരി ടെൻഷൻ അടിപ്പിച്ച കേക്കാണെങ്കിലും ഫൈനൽ റിസൾട്ട് എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. പിന്നെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ കേക്ക് ഇങ്ങനെ സ്റ്റേജിലിരുന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. നമുക്ക് പിന്നെ കേക്ക് അങ്ങനെ സ്റ്റേജിലിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കേക്കിൻ്റെ ലുക്ക് വൈസ് ആണെങ്കിലും. പിന്നെ ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പം ഒത്തിരി ടെൻഷൻ അടിപ്പിച്ച കേക്കാണെങ്കിലും എനിക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് ഒത്തിരി ഇഷ്ടം, കസ്റ്റമറും ഹാപ്പി ആയിരുന്നു, അങ്ങനെ നമ്മളും ഹാപ്പി ആയി. അപ്പോൾ ഇത്രയ്ക്കുള്ള കേസ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ എവിടെയാണ് കാണുന്നവർ. ടാറ്റാ ബൈ.